നമസ്കാരം ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. അങ്ങനെ മറ്റൊരു ആപ്പിൾ ഇവന്റ് വന്നിരിക്കുകയാണ്. ആൻഡ് വി ആർ ഗോയിങ് ടു സീ ദ ബ്രാൻഡ് ന്യൂ ഐഫോൺസ്. എന്താവുന്നൊന്നും ഒരു പിടിയുമില്ല. Design is not just what I look like and feel like. Design is how it works. Steve Jobs. ഓ നമുക്കിട്ട് തള്ളു. ശരിയാടാ, ഡിസൈന് നീയൊക്കെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ വരും. നമ്മുടെ അണ്ണൻ വാറും ഇപ്പോൾ വന്നിരിക്കുന്നു. ഗൈസ്, ടീം കുക്ക് അങ്ങനെ കയ്യുമായി വന്നേക്കണം. ഒടിഞ്ഞ കയ്യുമായിട്ട് എനിക്ക് വെട്ട് തന്നെ ഇറച്ചി വെട്ട്. Design has always been fundamental to who we are and what we do. എന്റെ സൗണ്ട് ഒരു കോമഡി സൗണ്ട് ആയിട്ട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമായിരിക്കും. എന്താണെന്ന് എനിക്ക് ഒരു പിടിയുമില്ല. അതുകൊണ്ട് നമുക്കിങ്ങനെ തന്നെ അങ്ങ് പോവാം. ഹൈ, പുതിയ ആപ്പിൾ വാച്ച്, പുതിയ ക്ലോക്ക് ഫേസ്. 1,00,000 എത്രടായി? 19 ലക്ഷം പേര് കാണണടായി. എന്റെ അമ്മോ, കോമഡി എന്നടേ. എന്റെ സൗണ്ട് എനിക്ക് അറിഞ്ഞൂടെ എന്തോന്ന് ചെയ്യണമെന്ന്. ഇതെന്തോന്നത്? ഹൈപ്പർ ടെൻഷനൊക്കെ ഡിറ്റക്ട് ചെയ്യും. ചേട്ടാ, എന്നാലും ഇതെന്ത് ഈ കോമഡി സൗണ്ട് ആയത്? ഒരു പിടിയുമില്ലല്ലോ. ഈ ആപ്പിൾ വാച്ചിലൊന്നും ഇനി ഒന്നും വരാനില്ലടേ. അതാണ് സത്യം. മനസ്സിലായില്ലേ? വാച്ചൊക്കെ ഏകദേശം ഒരു സാച്ചുറേഷൻ പോയിന്റിലോട്ട് എത്തിയിരിക്കുകയാണ്. സോ അത്രേ ഉള്ളൂ. അല്ലാതെ വേറൊന്നും ഇനി വരാനില്ല. ഇതുപോലത്തെ സോഫ്റ്റ്വെയർ മികവുകളൊക്കെ ഉള്ളൂ. ശരി, നമുക്ക് ഫോണിലോട്ട് എത്രയും പെട്ടെന്ന് കടക്കാം. അതാണ് നല്ലത്. ഒരു ദിവസം ശരി. Series 11 comes in jet black, rose gold, new space gray, 100% recycled aluminum. ഞാൻ പറഞ്ഞില്ലേ, ആപ്പിൾ വാച്ചിലൊന്നും ഇനി ഒന്നും ഇല്ലടേ. പുതിയ സ്ട്രാപ്പ്, പുതിയ വാച്ച് ഫേസ്, അങ്ങനെയൊക്കെ ഉള്ളു. ഇതാണ് ഹെർമസ്. വലിയ വില കൊടുക്കേണ്ടി വരും ഈ സാധനത്തിനൊക്കെ. ഓഹോ, എന്റെ ഈ സൗണ്ട് എന്തുവാണ്? ഞാൻ ഒന്നുകൂടെ എടുത്ത് പറയുന്നു, ഈ വാച്ചില് വലിയ പരിപാടികൾ ഒന്നും വന്നിട്ടില്ല, വരത്തുമില്ല. സോ ദാറ്റ്സ് ഇറ്റ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഞാൻ ആപ്പിൾ വാച്ചിലൊന്നും ചന്ദ്രയ്ക്ക് ഡിസ്പ്ലേ വലുതാക്കിയെന്നും മറ്റതൊന്നും. സാറ്റലൈറ്റ് കണക്ടിവിറ്റി, 24 hours ബാറ്ററി. 24 hours അല്ല, തന്നെ 2 ദിവസം കിട്ടുമായിരുന്നല്ലേ. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, വലിയ മാറ്റമൊന്നുമില്ല. ഓ ഡബോ വന്ന് ആപ്പിൾ ഐഫോൺ. പുതിയ ഡിസൈൻ. ഓ അല്ല, വീഡിയോ പർപ്പിൾ കളർ ഐഫോൺ 17. പച്ച കളറും ഉണ്ട് കേട്ടാ. ശരി, അടുത്ത വരട്ടെ. ഓ ശരി, പുതിയ പച്ച ഉള്ള എനിക്കിഷ്ടപ്പെട്ട്. തന്നെ അങ്ങ് പറയണു, ഒരു ഉളുപ്പില്ല. അതാണ് ടിമ്മണ്ണ. പച്ച കൊള്ള, പർപ്പിള് കൊള്ള. 120 Hz റിഫ്രഷ് റേറ്റ്. പ്രൊമോഷൻ 80, 60, 10. ഓ LTPO പാനൽ ഗംഭീരം. 1 Hz to 120 Hz പ്രൊമോഷൻ ഡിസ്പ്ലേ. I love it. അപ്പൊ ഇവിടെ മറ്റത് 144 Hz ആക്കോടെ. ഡ്യൂറബിലിറ്റി തറവിനാൽ പൊട്ടില്ല. സെറാമിക് ഷീൽഡ് കണ്ടിന്യൂസ്, സ്ക്രാച്ച് ആവില്ല. 120 Hz റിഫ്രഷ് റേറ്റ് ആണ് ഒരു ഫീച്ചർ കേട്ടോ. ഇപ്പൊ പറഞ്ഞില്ലേ, A19 ബയോണിക്. മറ്റേതുണ്ടാടേ, ഇതിന്റെ ഡിസ്പ്ലേ ഗ്ലെയർ കട്ട് ചെയ്യണ പരിപാടി. ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഫൈനലി ഓൺ വനില ഐഫോൺ 17. 16 കോർ ന്യൂട്രൽ എഞ്ചിൻ, 6 കോർ CPU, 2 പെർഫോമൻസ്, 4 എഫിഷ്യൻസി, 5 കോർ GPU,
All day battery life. iPhone 17 gets up to 8 more hours of video playback compared to എനിക്ക് ഇതാണ് ഇഷ്ടമല്ലാത്ത അവന്മാർ ഇങ്ങനെ പറയണത് ബാറ്ററിയെ പറ്റി. മേഗൻ നാഷ്, പ്രോഡക്റ്റ് മാനേജർ. രണ്ടും 48 മെഗാ പിക്സൽ ആക്കിയ അല്ലല്ലല്ലല്ലല്ല 2x ടെലിഫോട്ടോ. അൾട്രാ വൈഡ് എടുത്ത് കളഞ്ഞ ഫ്യൂഷൻ അൾട്രാ വൈഡ് ക്യാമറ. അമ്പോ അതൊക്കെ എണ്ണിയാടാ എവിടെ ഇരുന്ന്. സൂപ്പർ. നമ്മൾ എടുക്കുന്ന സെൽഫിയുടെ അക്കൗണ്ട് ഇവർക്ക് എങ്ങനെ മനസ്സിലായി? പുതിയ സെൽഫി ക്യാമറ. ഉള്ള മേഗൻ നാഷ് ചേച്ചി നല്ല ഭംഗിയുണ്ട് കേട്ടാ. ക്രഷായി. ഓ നൈസ്. അത് പൊളിച്ച്. ഇതൊക്കെ ഉണ്ടാ, ഇതൊക്കെ നൈസാണ്. ഇത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത് കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ടെ. ഫോൺ ഇങ്ങനെ തിരിക്കണ്ട. നൈസ്. 48 ഡ്യുവൽ ഫ്യൂഷൻ ക്യാമറ സിസ്റ്റം. അല്ലടാ 0.5 അൾട്രാ വൈഡ് ഉണ്ട് കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. നോക്കട്ടെ ഇതിലായാലും ഫോൺ കിട്ടട്ടെ നോക്കാം. എയർ 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 ഐഫോൺ എയർ വന്നിട്ടാ. ഓ ഗോൾഡ്, സിൽവർ, ബ്ലാക്ക്. ആ ബ്ലാക്ക് കൊള്ളാം കേട്ടോ. ഗോൾഡ് തറ വീണാലൊന്നും പറ്റൂല. ഐഫോൺ എവർ. ഷൈനിങ് ആയിട്ടുള്ള ഫ്രെയിം ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. എയർ, ഐഫോൺ എയർ. ജോണിനെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കുന്നു. തള ജോൺ അവിടെ കാട്ടി നിൽക്കണ, വെള്ളത്തിൽ നിൽക്കണ, എയറിൽ നിൽക്കുകയാണ്. അല്ലല്ലേ പ്രൊഡക്ഷൻ ക്വാളിറ്റിയൊക്കെ പോളി. തള ജാൻ. നൈസ്. 5.6 millimeter thickness. Always on. 3000 nits. Ceramic shield too. നമ്മൾ കേട്ടതാണ്. ആന്റി റിഫ്ലക്റ്റൻ. ഓക്കെ വെരി ഗുഡ്. ബാക്കിലും സെറാമിക് ഷീൽഡ്. നൈസ്. തറ വീണ പൊട്ടൂല എന്നാണ് പറയുന്നത്. 4 പ്രാവശ്യം തറയിട്ടാലും പൊട്ടൂല. എല്ലാ കോമ്പോണൻസും അവിടെയാണ് ഉള്ളത്. മിച്ചം വന്ന ടൈറ്റാനിയമാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഇതാർക്കായിരിക്കും ഇവര് ഇറക്കിയത്? ചാറ്റ് നിങ്ങൾ പറയൂ ചാറ്റ്. ഐഫോൺ എയർ ആർക്കായിരിക്കും? ഐ മീൻ ഏത് ഗ്രൂപ്പ് ഓഫ് കസ്റ്റമേഴ്സിനായിരിക്കും? ഭയങ്കര ഗ്രീൻ സ്ക്രീൻ ആണല്ലോ ഇവിടെ. ഇത് ബാക്ക്ഗ്രൗണ്ടൊക്കെ ഭയങ്കര ശോകം. സോറി ഞാൻ വിഷയത്തിൽ നിന്നും തെന്നുമാറുന്നു. A19 Pro ചിപ്സെറ്റ് ആണ് ഇരിക്കുന്നത്. ഓക്കെ 6 കോർ CPU, 2 പെർഫോമൻസ് കോർ, ഇംപ്രൂവ് ഫ്രണ്ട് ആൻഡ് ബാൻഡ് വിത്ത്. ഈ സെയിം സാധനമാണ് മറ്റേലും ഇരിക്കണേന്ന് തോന്നുന്നു കേട്ടോ പ്രോയില്. ഇത് വില കൂടും കേട്ടോ. അത് 5 കോർ CPU, ഡൈനാമിക് കാഷിംഗ്, മോഡം. മറ്റേത് കോൾകോം ആണ് കൊടുത്തോണ്ടിരുന്നത്, ഇപ്പം അവന്മാരുണ്ടാക്കിയ C1X. ഇതൊക്കെ വെച്ച് ബാറ്ററി ലൈഫ് കൂടുമെന്നാണ് പറയണത്. പവർ എഫിഷ്യൻസി മോഡം ഇൻ ഐഫോൺ. മോസ്റ്റ് പവർ എഫിഷ്യന്റ് ഐഫോൺ വി ഹാവ് എവർ മെയ്ഡ്. ആണ് വെരി സ്ലിം ആൻഡ് ഇത് അതാണ് മലയാളം. ഇത് പറയാനാണോ വന്നത്? അത് ശരി. 48 ഫ്യൂഷൻ ക്യാമറ. മറ്റേതാണ് കേട്ടോ 2x ഓപ്റ്റിക്കൽ അല്ല, സെൻസർ ക്രോപ്പ്. ഒറ്റ 48 മെഗാ പിക്സലിന്റെ ക്യാമറ. അതാണ് മലയാളം. ഇത് തെറ്റിദ്ധരിക്കില്ല കേട്ടോ. 2x സെൻസർ ക്രോപ്പ് ആണ്. ഇവര് ടെലിഫോട്ടോ എന്ന് പറയുന്നത് തെറ്റാണ്. 80 മെഗാ പിക്സൽ ആക്കി കേട്ടോ ഫ്രണ്ട് ക്യാമറ. അറിയാം നേരത്തെ പറഞ്ഞു സെൻട്രൽ സ്റ്റേജ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഉള്ള ഡുവൽ. ഇതൊക്കെ പണ്ട് നമ്മളൊക്കെ ചെയ്തുകൊണ്ടിരിക്കണ സാധനമാണ്. ഫ്രണ്ടും ബാക്കും വെച്ചെടുക്കുക. വെൽ ഡൺ. പറഞ്ഞില്ലേ ഇത് പെൺകുട്ടികൾക്ക് വേണ്ടി ഇറക്കിയ ഒരു ഫോണാണെന്നാണ് എനിക്ക് തോന്നണത്. ബിക്കോസ് ഐ ഫീൽ ലൈക്ക് ദാറ്റ്. സിം കാർഡില്ല. ഈ സിം എടുത്തരാൻ പഠിപ്പിക്കുകയാണ് ചേട്ടായി അവിടെ ഇരുന്ന്. ശരി സിം എടുത്ത് കളഞ്ഞ് അത്രയാണ്. മനസ്സിലായി പൊക്കിയാളെ മൂടിലെ പൊടിയുണ്ടട്ടെ. ഒരു വേൾഡ് വൈഡാ എടേ, ഒരിടത്തും ഇല്ലേ എടേ. ഒരു ഫുൾ ഡേ കിട്ടുമെന്നാണ് പറയണത് ബാറ്ററി ലൈഫ്. നോക്കാം. അവര് മോഡം ഒക്കെ മാറ്റിയിട്ടുണ്ടല്ലോ അവരേതായ ഇൻഹൗസ് ആയിട്ട്. ചിലപ്പോൾ നിൽക്കുമായിരിക്കും.
പക്ഷെ എന്നാലും നമ്മളുടെ യൂസ് അനുസരിച്ച് എന്തെങ്കിലും ഇത് തന്നെ മറ്റേ കേസ് മാക്സഫ് അതിൻ്റെ കൂടെ വയ്ക്കേ സെപ്പറേറ്റ് മേടിക്കണം. ഏത് നമ്മൾ ഫ്ലൈറ്റ് കയറി എവിടെയെങ്കിലും പോവുകയാണെങ്കിൽ ആ പവർ ബാങ്ക് മേടിച്ച് വെക്കണത് നല്ലതായിരിക്കുമെന്ന്. സ്ട്രാപ്പ് പുതിയ തൂക്കിയിട്ടുണ്ട് അടക്ക. ഫോണൊക്കെ ഇനി തൂക്കിയിട്ടുണ്ട് അടക്ക ഇവിടെ ആൾക്കാർ. ശരി, ഇത് എനിക്കറിയണം, നിങ്ങൾ പറയട്ടെ. എനിക്ക് തോന്നുന്നത് പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. ബിക്കോസ് ഐ ഡോണ്ട് നോ, ഐ ഫീൽ സോ. അല്ലെങ്കിൽ എനിക്കറിഞ്ഞൂടാ വേറെ ആരെങ്കിലും ഇത് മേടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വന്ന് മോനെ ഓറഞ്ച്. എനിക്ക് വയ്ക്കാം. 17 Pro and Pro Max. Pro Max ഡിഫറെൻ്റ് ആടേ. അലുമിനിയം, സോളിഡ് അലുമിനിയം മെറ്റീരിയൽ മാറി, ടൈറ്റാനിയം ഒക്കെ വിട്ട് ഓറഞ്ച് തന്നെ. അല്ല അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഫോൺ മേടിച്ചു കഴിഞ്ഞാൽ 2 കിലോമീറ്റർ വയ്ക്കുന്ന ചേട്ടന്മാർക്ക് വരെ മനസ്സിലാവും പുതിയ ഐഫോണാണ് കയ്യിരിക്കണേന്ന്. മോനെ ഈ കളർ ഒരു രക്ഷയില്ല. 5000 mAh എന്നാണ് പറയണത്. പ്രോ മാക്സിൽ കേട്ടോ, A19 പ്രോന്റെ ചിപ്പ് സെറ്റ്. ഫൈനലി ബ്ലൂവും കൊള്ളാം. വെള്ള, ബ്ലൂ, ഓറഞ്ച് മോനെ. എന്തോന്ന് ഷോറൂം ഇട ഇതൊക്കെ പൊള്ളി. ഐഫോൺ 17 Pro ക്യാൻവേയിൽ ചെയ്തതാണ് ഇട. അത് ഡൈനാമിക് ഐലൻഡിനൊന്നും വലിയ ചെറുതൊന്നും ആക്കിയിട്ടില്ല. പേപ്പർ ചേമ്പർ, കൂളിംഗ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഇത്രയും നാള് ഈ സാധനം ഇല്ലായിരുന്നു. ഹീറ്റ് അതാണ് ഏറ്റവും വലിയൊരു സാധനം. ഇനി തൊട്ട് ഗെയിം കളിക്കുന്നവർക്കൊക്കെ സമാധാനിക്കാം. അപ്പൊ അറിയാം കൈ പൊള്ളൂന്ന്. സന്തോഷം. ഇത് കൊള്ളാം, ബ്ലൂ കൊള്ളാം. അവിടെ ഐ കാച്ച് ഞാൻ പറഞ്ഞേക്കാം, ദൂരെ നിൽക്കണ വരെ ഐ കാച്ച് ചെയ്യുമെന്ന്. അതാണ് ഞാൻ പറഞ്ഞത്, ആ കളറിന്റെ ഗുണമാണ്. അതിനാണ് അവരിങ്ങനെ ഡിസൈൻ പിടിച്ചതെന്ന്. അതായത് കുറച്ചും കൂടെ ഒരു സ്ഥലമുണ്ട് ഫോണില് ഹീറ്റ് ഡിസപ്പേറ്റ് ചെയ്യാൻ. നൈസ്. A19 Pro. അപ്പൊ എന്ന് പറയുമ്പം മറ്റേതില് കൂളിംഗ് ഇല്ലേ ഇടേ എയറില്? നേരത്തെ പറഞ്ഞു തന്നെ ബെസ്റ്റ് തെർമൽ ഡിസൈൻ അവിടെ. പിന്നെ വേറെ ഫോണിലൊന്നും തെർമലില്ല. ഓടിക്കോണം. സായിപ്പേ കാണുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മേടിച്ചോ, കൂളായിരിക്കും. ഇതിന് സിമ്മുണ്ട് കേട്ടോ, പ്രോയിലും പ്രോ മാക്സിലൊക്കെ. ഈ സിമ്മുള്ളതിൽ കുറച്ചും കൂടെ ബാറ്ററി കിട്ടും. എല്ലാം 48 മെഗാപിക്സൽ. കമോൺ, 18 മെഗാപിക്സൽ സെൻട്രൽ സ്റ്റേജ് ഉള്ള. നേരത്തെ പറഞ്ഞു, നമുക്കറിയാം. മനസ്സിലായി. 48 മെഗാപിക്സൽ. അൾട്രാ വൈഡ് ടെലിഫോട്ടോ, ഫ്യൂഷൻ അൾട്രാ വൈഡ്, ഫ്യൂഷൻ ടെലിഫോട്ടോ. സെൻസർ ക്രോപ്പാണ് കേട്ടോ ഈ 8X. ആരും തെറ്റിദ്ധരിക്കരുത്. ഒപ്റ്റിക്കൽ ക്വാളിറ്റി കിട്ടുമെന്നേ ഉള്ളൂ. 48ന്റെ സെൻസർ ക്രോപ്പിൽ 12 മെഗാപിക്സലിന്റെ 8X ടെലിഫോട്ടോ. അത് ഡിജിറ്റൽ തന്നെ. അതായത് നമ്മളുടെ ഈ OnePlusലൊക്കെ ഉണ്ട്. അതായത് ഇതിപ്പോ 3X, ഇതാ ടെലിഫോട്ടോ. ഇതിന്റെ സെൻസർ ക്രോപ്പാണ് 6X. അതുപോലെ എന്തോ ഫോട്ടോ എടുത്തേക്കണ. ഫോട്ടോ എടുക്കാൻ അറിയാനുള്ള ഏതൊരുത്തനാണ് കേട്ടാ. കണ്ണടിച്ചു പോയി പണ്ടാരം. ഇതൊക്കെ ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരെ കയ്യിൽ ഐഫോൺ കൊടുത്ത ഐഫോൺ അല്ല, അവരെ കയ്യിൽ ഇനി എന്തിനും കൊടുത്താലും അവർ ഇതിൽ എൻ്റെ അപ്പുറം എടുക്കും ഫോട്ടോ. എന്തൊരു ലൈറ്റിങ് എടുക്കും. അത് ഫോട്ടോ എടുക്കാൻ അറിയാവുന്നവരെടുത്തോണ്ട്. കമോൺ, അറിയാം. ഇപ്പോഴും 8X ആക്കിയെന്നാണ് പറയുന്നത്. 8K വീഡിയോ റെക്കോർഡിങ് നമുക്ക് അറിഞ്ഞൂടാ, നോക്കാം. HDR 4K 120Hz 4S log AX. ഇതിനൊക്കെ ഭയങ്കര വലിയ ഫയൽ സൈസസ് ആയിരിക്കും കേട്ടോ. ഇതൊക്കെ ഞാൻ പറഞ്ഞു നമുക്കൊന്നും ഉള്ളതല്ല. കൂതറ കേസ്. 8K ഇല്ല കേട്ടാ, 4K തന്നെ. തൂക്കിയിട്ടുണ്ട് അടക്കം. ഇതും നല്ല കാര്യം. ആ പ്രോ എന്ന് എഴുതിയിരിക്കണ ക്യാൻവേന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ സെയിം ഫോണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. 6.9 ഇഞ്ചസും 6.3 ഇഞ്ചസും. എനിക്ക് ആ ഓറഞ്ച് ഒരു രക്ഷയില്ല കേട്ടോ, പൊള്ളി കളർ. നോക്കി എല്ലാ എണ്ണവും എടുക്കും. അതും ആ ബ്ലൂ ഒരു രക്ഷയില്ല, പൊളി. ഞാനും എടുക്കുകയാണെങ്കിൽ ഓറഞ്ച് എടുക്കുള്ളൂ. പൊളി. 70 Pro എയർ എന്താ എനിക്ക് വലിയ ഒരു ഇത് തോന്നിയില്ല. എയർ സത്യം പറഞ്ഞാൽ അത് ആരാ
256 GB സ്റ്റോറേജ് ബേസിക് ആക്കി. നല്ല കാര്യം. $799. iPhone Air starts at $999. 999. 17 Pro starts at $1099. ശരി. Same great price as last time, but 2 terabyte 2 configuration, TB 17 Pro Max. 17 Pro Maxൽ മാത്രം. Offers from Apple and കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ബ്ലോഗേഴ്സ് $1,100 off. എടുക്കടാ. ഞാൻ പറയേ ഓൾറെഡി അവന്മാര് എക്സ്ചേഞ്ചിങ്ങിന്റെ പരിപാടി തുടങ്ങി ഈ വെള്ളിയാഴ്ച. It will be available starting September 19 സെയില് മോനെ. നീ കുറച്ച് നാളത്തേക്ക് ഈ ഡിസൈൻ തന്നെ കേട്ടോ. അതുകൊണ്ട് എല്ലാരും ഈ ഫോൺ അങ്ങ് എടുത്തോ. Apple in powerful and profound അണ്ണൻ നോക്കിയേ അല്ല കേട്ടോ വായിക്കണ. കൊള്ളാം. for the better. താങ്ക് യു. Great day. ഓക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. നല്ല വെയിൽ. അപ്പം മറ്റേത് വൻ കോമഡി ആയിരുന്നു കേട്ടോ റിയാക്ഷൻ. എനിക്ക് അറിയത്തില്ല മൈക്ക് എന്ത് പറ്റിയെന്ന്. ആ ഒരു അണ്ണാൻ്റെ സൗണ്ട് പോലെ, മറ്റേ ചിപ്പ് ആൻഡ് ഡെയിലിലെ അണ്ണാൻ്റെ സൗണ്ട് പോലത്തെ സൗണ്ടാണ് വന്നത്. അപ്പോൾ എന്തിനാണെങ്കിലും ഈ ഒരു ഇവൻറ്റിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്, ഒന്ന് 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്. ഓക്കെ, ആപ്പിളിൻ്റെ ബേസിസിൽ നോക്കുമ്പോൾ 40 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജർ സപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ട് ആപ്പിളിൻ്റെ ചാർജറും കേബിളും മേടിക്കണം. അറിയാമല്ലോ, ആരും അത് തെറ്റിദ്ധരിക്കരുത്. പിന്നെ Qi2 ചാർജിങ്, അതായത് 25 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് വന്നിട്ടുണ്ട്. പിന്നെ ആൻറ്റി ഗ്ലെയർ, നമ്മുടെ S25 അൾട്രയിലേക്കുള്ള ആൻറ്റി ഗ്ലെയർ ആയിട്ടുള്ള സാധനം വന്നിട്ടുണ്ട്. ബേസിക് ആയിട്ടുള്ള ഐഫോൺ 17 2 48 മെഗാ പിക്സൽ, അതായത് അൾട്രാ വൈഡ് 48, സാധാ ഇത് 48. അത് മറ്റേ ഫ്യൂഷൻ ഉണ്ടല്ലോ അവന്മാർ, അതാണ് മറ്റേ അങ്ങനെ ഒരു സാധനം. അവന്മാരെ മറ്റേ ഫ്യൂഷൻ ക്യാമറ എന്ന് പറഞ്ഞ സാധനമാണ്. ഒന്നുമില്ല, ജസ്റ്റ് ഒപ്റ്റിക്കൽ ഡിജിറ്റൽ ക്രോപ്പാണ് ഈ പറയുന്ന 2x ടെലിഫോട്ടോയൊക്കെ. അപ്പോൾ എന്തിനാണെങ്കിലും അവന്മാർ അങ്ങനത്തെ ഒരു പരിപാടി പിടിച്ചിട്ടുണ്ട്. പിന്നെ സാധാ ഇതിൽ പിന്നെ മോഡം അവന്മാരെ സ്വന്തം മോഡമാണ് യൂസ് ചെയ്തിരിക്കുന്നത്, C1X എന്ന് പറയുന്ന മോഡം. പിന്നെ N1 എന്ന് പറഞ്ഞിട്ട് ബ്ലൂടൂത്ത്, വൈഫൈ തുടങ്ങിയ സാധനത്തിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ചിപ്പ് സെറ്റ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ. പിന്നെ പ്രോയിൽ ഞാൻ പറയാം, കളറും 48 മെഗാ പിക്സലിൻ്റെ എല്ലാ സെൻസേഴ്സും 48 മെഗാ പിക്സൽ ഫ്യൂഷൻ ക്യാമറയാണ്. 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ട്. പിന്നെ ഇത് വീഡിയോ എടുക്കുന്നവർക്ക് ProRes RAW എന്ന് പറയുന്നൊരു ഫോർമാറ്റ് വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് നമ്മളാരും യൂസ് ചെയ്യാത്തൊരു സാധനമാണ്. പിന്നെ കൂളിംഗ് ചേമ്പർ വന്നിട്ടുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അറിയാമല്ലേ ഫാസ്റ്റ് ചാർജ്, ഇവരെ ബാറ്ററി ലൈഫ് കൂട്ടിയിട്ടുണ്ട്. അത് ഈ സിം ഉള്ളവർക്ക് കുറച്ചും കൂടെ ബാറ്ററി ലൈഫ് കിട്ടും. സിം വരുന്ന സമയത്ത് ബാറ്ററി ലൈഫ് കുറച്ച് കുറയും. മറ്റേ സാധനം എയർ എനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല, ബിക്കോസ് അതിൻ്റെ ഒരു യൂസ് സിനാറിയോ ഇല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സിംഗിൾ സ്പീക്കറേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സിംഗിൾ ക്യാമറ വരുന്നുള്ളൂ. നമുക്ക് USB സ്റ്റാൻഡേർഡ് മറ്റേ 2.0 ആണ്. അതെനിക്ക് തോന്നുന്നു iPhone 17 ഇപ്പോൾ 2.0 തന്നെയാണ്. അതൊക്കെ മാറ്റേണ്ട സാധനമാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അതിലൊരു കൂളിംഗ് സിസ്റ്റം ഉണ്ടോ എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല ഇവൻറ്റിൽ. പക്ഷേ 17 പ്രോയിലും Pro Maxലും കൂളിംഗ് സിസ്റ്റം വരുന്നുണ്ട്, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്. അങ്ങനെയൊക്കെ ഒരു പുതിയ ഡിസൈൻ വന്നിട്ടുണ്ട്. എന്നാൽ ടൈറ്റാനിയത്തിൽ നിന്നൊക്കെ മാറി അലൂമിനിയത്തോട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അങ്ങനെയൊക്കെ ഒരു കുഴപ്പമില്ലാത്ത ഇവൻറ്റ്. നമ്മുടെ നാട്ടിലെ വില നിങ്ങളെല്ലാവരും കണ്ടായിരിക്കും. സാധാ iPhone 17 85,000 രൂപ. 256 ആണ് കേട്ടോ, സ്റ്റാൻഡേർഡായിട്ട് 256 GB ആണ്. 128 എടുത്ത് കളഞ്ഞ്, വളരെ വെരി ഗുഡ്. പിന്നെ എയറിന് 1,19,000 രൂപ. അങ്ങനെ എന്തോണ് എയറിൻ്റെ വില കേട്ടോ. iPhone 17 പ്രോയിന് 1,35,000 രൂപ. പിന്നെ 1,70,000 രൂപ Pro Maxന് 256-ന്. വില കൂടുതലാണ് ഒബ്വിയസ്ലി. ദുബായിൽ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നൊരു 15,000 രൂപ കുറയും. ഇവിടെ സ്റ്റാർട്ടിങ് 4,699 ദിർഹം അങ്ങനെ എന്തോണ്ട് 17 പ്രോയിനൊക്കെ. സോ വിച്ച് ഈസ് കമ്പാരിറ്റീവ്ലി ലെസ് എക്സ്പെൻസീവ് ദാൻ ബൈയിങ് ഫ്രം ഇന്ത്യ. ബട്ട് ഇതൊക്കെയാണ് പ്രൈസിങ്. അതായിരുന്നു ഇവൻറ്റ്. ഇറ്റ് വാസ് വെരി പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് തീർന്നൊരു ഇവൻറ്റ്. എസ്പെഷ്യലി വാച്ചിലും എയർപോർട്ട് മാക്സിൽ നമ്മളെ എയർപോർട്ട്സിലും അതിലൊന്നും പറയാനായിട്ടൊന്നും അധികം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഷടപടയെന്ന് ഒരു ഇവൻ്റ് അങ്ങ് തീർന്ന്. ഞാൻ പറയില്ലേ, വലിയ ഒബ്വിയസ്ലി നമുക്ക് ഫോണുകളൊക്കെ ഏകദേശം ഒരു പോയിന്റിലെത്തി. ഇനി അവർക്ക് വലുതായിട്ടൊന്നും മാറ്റില്ല. പിന്നെ ഒരേ സമയത്ത് ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും വെച്ച് ചെയ്യണ വീഡിയോ ഉണ്ടല്ലോ, ആ സാധനം ഫൈനലി വന്നിരിക്കണം. അത് ഒരുമാതിരിപ്പെട്ട എല്ലാ ആൻഡ്രോയിഡ് ഫോണിലുണ്ട്. നമ്മുടെ സാംസങ്ങിലുണ്ട്, OnePlusലുണ്ട്, റിയൽമിയിലുണ്ട്, ഷവോമിയിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അത് ഫൈനലി ഇതിലും വന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ക്യാമറ 18 മെഗാ പിക്സലിലോട്ട് മാറ്റി, വിച്ച് ഇസ് ആക്ച്വലി ഗ്രേറ്റ്.
18 മെഗാ പിക്സൽ വിത്ത് സെൻട്രൽ സ്റ്റേജ് പരിപാടിയൊക്കെ. നമുക്ക് മറ്റേ ഓറിയൻറ്റേഷൻ മാറ്റാനായിട്ട് കൈ തിരിക്കുകയൊന്നും വേണ്ട. നമ്മൾ എത്ര പേരുണ്ട് ഗ്രൂപ്പ് സെൽഫിയൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അത് വെർട്ടിക്കൽ വേണോ മറ്റത് വേണോ എന്ന് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇറ്റ്സ് ആക്ച്വലി വെരി നൈസ്. അതൊക്കെയാണ് പുതിയ ഐറ്റംസ്. ആൻഡ് ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ എന്ന് പറഞ്ഞ് ഞാൻ പോകുന്നു ഗൈസ്. ബൈ ബൈ.